നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് കൊല്ലാനുള്ള ആളുകൾ വേറെയാണ്. നെല്ലിശ്ശേരി സേതുമാധവൻ മുതൽ സ്നേഹ വരെ നീളുന്ന വലിയൊരു പട്ടികയുണ്ട് മനസ്സിൽ. അർച്ചന പുറത്തുനിന്നുള്ളവളാ, ദയാനന്ദ മാഷിന്റെ മോള. ആ ചോര എന്റെ കയ്യിൽ പുരളണ്ട. സേതുമാധവൻ മുതൽ സ്നേഹ വരെ എന്ന് പറയുമ്പോ അതിലെ സന്ദീപം വരില്ലേ? വരാം, വരാതിരിക്കാം. അതവന്റെ വിധി പോലെ. നിന്നോട് അപ്പോഴും ഇതേ മനോഭാവമാണ് അവനെങ്കിൽ പിന്നെന്തിനാവൻ? കൺമുന്നിലുള്ളതിനോട് നമുക്കെപ്പോഴും ഇഷ്ടം തോന്നും, വേണം തോന്നും. കാണും തോറും ആ ഇഷ്ടം കൂടിക്കൂടി വരും. നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞ ഒരാളെ നമുക്ക് മറക്കാൻ അധികം സമയമൊന്നും വേണ്ട. കുറച്ചു ദിവസം ആ ഓർമ്മകളിൽ ജീവിക്കും. അത് കഴിഞ്ഞാൽ അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. അപ്പോ ഞാൻ തടഞ്ഞാലേ സന്ദീപിനെ ചേച്ചി കൊല്ലും, ഉറപ്പായും കൊല്ലും. അതിനെ തടയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അവൻ നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലിമാല. ഞാൻ വാളെടുക്കുന്നതിന് മുമ്പേ അത് നടന്നില്ലെങ്കിൽ ആര് തടഞ്ഞാലും അത് സംഭവിക്കും. ഇനി അവൻ നിന്നെ വിവാഹം കഴിച്ച നിന്റെ നെറ്റിയിലെ സിന്ദൂരം ചേച്ചി കാരണമായില്ല, അതാണ് വാക്ക്. അവിടുത്തെ മറ്റൊരുത്തരോടും ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സേതുമാധവനോട് പ്രത്യേകിച്ചു. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ കൊല സേതുമാധവന്റെ. അതിനു മുമ്പേ അല്ല, മോളെന്താ ഇവിടെ? ഞാൻ വെറുതെ. മോളെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനൊരു സിനിമയുടെ കഥ പറഞ്ഞു വരികയായിരുന്നു. ഏത് സിനിമ? കിരീടം. അതില് സേതുമാധവനെ കൊന്നില്ലേ? ആ കഥ എനിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അതിന് സേതുമാധവനെ കൊല്ലുന്നത് കിരീടത്തിലല്ലോ, ചെങ്കോലിലല്ലേ? ഓ ശരിയാണല്ലോ, പെട്ടെന്നേ അത് ഓർത്തില്ല. അത് ചെങ്കോല്ല കേട്ടോ, എനക്ക് കിരീടത്തിലല്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവധികേന്റെ ശബ്ദം കേട്ടിട്ട്. ഓഹോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളുടെ മുറി കയറി വരുമ്പോ വിളിച്ചിട്ട് വരാവൂന്ന്? അനക്കേ, നീ എന്തിനാ ആവണി മോളെ വഴക്ക് പറയുന്നേ? മോള് പൊയ്ക്കോ. നീ നിന്നെ. നിന്റെ തള്ള എവിടെ? ആര്? തള്ളയോ? നിന്റെ അമ്മ എവിടെയെന്ന്? മുറിയിലുണ്ട്. നിന്നെ ഞാൻ കൊണ്ടുവന്ന് വിടാം. നിന്നെ അവിടെ അടക്കി ഇരുത്താൻ കൂടി എനിക്ക് അവരോട് പറയണം. നടക്ക്, നടക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.